ഹായ് ഫ്രണ്ട്സ്, ന്യൂ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളുടെ ആ പുതിയ ജിമ്മിൻ്റെ ഉദ്ഘാടന ദിവസം MLAക്ക് 11:30 എത്താൻ കഴിയൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞങ്ങൾ അതിന് മുന്നേ ഒരു ദിവസത്തെ രാവിലത്തെ നല്ല നേരം നോക്കി ആ വിളക്ക് കത്തിക്കാനായി നമ്മുടെ ബ്രോയുടെ പാർട്ട്ണറുടെ അമ്മ, ഞാൻ പറഞ്ഞു അമ്മയെ കൊണ്ട് കത്തിക്കുന്നതാണ് ഏറ്റവും ഉചിതം. മറ്റാരെന്ത് ചെയ്താലും നമുക്ക് അത് ഏറ്റവും കൂടുതൽ നമ്മളുടെ വീട്ടിലുള്ള നമ്മളുടെ അമ്മ ചെയ്യുമ്പോഴുണ്ടാകുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷനും മറ്റു കാര്യങ്ങളും ഒന്നും നമുക്ക് ആര് ചെയ്താലും കിട്ടുന്ന ആ പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ എപ്പോഴും അമ്മയിൽ നിന്ന് മാത്രമേ നമുക്ക് ലഭിക്കാറുള്ളൂ. അദ്ദേഹം അതിന് കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ ആകാശ് റോയുടെ വൈഫ് ആണ് അടുത്ത തിരി കത്തിക്കുന്നത്. ആകാശ് റോയുടെ വൈഫ് കത്തിക്കുകയും പിന്നെ നമ്മളെ മിഷനറികളൊക്കെ ബാക്കിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. നമ്മളുടെ ഡൽഹിയിൽ നിന്നുള്ള ഒരു ബ്രോയാണ്. ഈ മെഷീൻ്റെ കമ്പനിയുടെ മെക്കാനിക്കാണ്. പുള്ളി അതെല്ലാം ഫിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. നമുക്ക് അതിന് 2 ദിവസം മുമ്പാണ് ഈ ചടങ്ങ് നടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകനെ കൈപിടിച്ച് ചെയ്യിക്കുന്ന അത് വളരെ ഇതൊക്കെ ഓരോരുത്തരുടെ ഓരോരുത്തരുടെ ആഗ്രഹങ്ങളാണ് സഫലമാകുന്നത്. ഈ ബ്രോ എന്ന് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറാണ്. അവർക്കൊക്കെ വേറെ പാർട്ട് ടൈം ആയിട്ടുള്ള ജോലികൾ എല്ലാവർക്കും ഉണ്ട്. അതിനിടയ്ക്കാണ് ഇത്തരത്തിലൊരു സംരംഭം അവർ കൊണ്ടുവന്നത്. അത് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇതിൻ്റെ ബാക്കിൽ, അത് അറിയാൻ കഴിയും. അതൊക്കെ അമ്മയുടെ ആ മുഖത്തു നിന്നും ഒക്കെ നമുക്ക് അറിയാൻ കഴിയും. ആകാശ് റോയ്ക്ക് എന്തുമാത്രം കഷ്ടപ്പെട്ടു എന്ന് എനിക്ക് നല്ലതുപോലെ അറിയാം. കാര്യം എന്ന് വെച്ചാൽ ഇതിന് എത്രയോ ദിവസങ്ങൾക്ക് മുൻപുള്ള കഠിന പ്രയത്നമാണ് അവർ ഈ ഒരു തിരുനാളത്തിൽ അവരുടെ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് അവർ ചെയ്യുന്നത്. അത് ഒരുപാട് നാളത്തെ പ്രതീക്ഷയാണ്. അവരെന്തെല്ലാം ത്യാഗങ്ങൾ സഹിച്ചാണ് ഇതെല്ലാം സെറ്റ് ചെയ്ത് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ ഈ മാനസികമായ ഒരുക്കം തുടങ്ങുന്നത് മുതൽ ഇത് ഞാനാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു, അപ്പോൾ ഞാൻ ആദർശ് പോയിക്ക് പിന്നെ എൻ്റെ മൊബൈൽ കൊടുത്തു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ചേട്ടാ ഒന്ന് ഒരു തിരി കത്തിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാനും സന്തോഷത്തോടു കൂടി അത് സ്വീകരിച്ചു. അദ്ദേഹത്തിൻ്റെ ഇതിൽ ഞാനും ഒരു പങ്കാളിയാവാൻ എനിക്കും കഴിഞ്ഞു. അടുത്ത് ഞാൻ ഹിന്ദി ബ്രോയെ വിളിക്കുകയാണ്. പുള്ളിയോടും കൂടെ വന്ന് നമുക്ക് മാറ്റി നിർത്താൻ കഴിയില്ലല്ലോ. അവർക്ക് യഥാർത്ഥം പറഞ്ഞാൽ അദ്ദേഹമൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്, ആൾ തന്നെ അദ്ദേഹമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് അതിനുവേണ്ടി പൈസ പുള്ളിക്ക് കിട്ടുന്നെങ്കിലും അതിൻ്റെ കൂലി കിട്ടുന്നെങ്കിലും അദ്ദേഹമൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. അപ്പോൾ പുള്ളിയും വന്നു. പുള്ളിയും കത്തിക്കാൻ വേണ്ടി പുള്ളിക്ക് എനിക്ക് തോന്നുന്നു അവിടെ ഡൽഹി ഭാഗങ്ങളിൽ പുള്ളി അത് കത്തിച്ച് ശീലമില്ല. അത് കാണുമ്പോൾ അറിയാം. പുള്ളി അത് കത്തിക്കുന്നത് നമുക്ക് കാണുമ്പോൾ അറിയാം. പിന്നെ അത് അണഞ്ഞു പോയി, അത് ശരിയായില്ല. അപ്പോൾ ആ പുള്ളി ആ തീപ്പെട്ടി അടിക്കുന്നത് കാണുമ്പോൾ നമുക്ക് കറക്റ്റ് അറിയാൻ കഴിയും. പുള്ളി അത്ര എക്സ്പീരിയൻസ് ഒന്നും ചെയ്ത് നോർത്ത് ഇന്ത്യയിലോട്ട് പുള്ളി ഇതൊന്നും ചെയ്തുള്ള എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ല. അങ്ങനെ പുള്ളിയും അതിൽ ഒരു ഭാഗമായ പുള്ളിക്കും കഴിഞ്ഞു. അതിലേറ്റവും കൂടുതൽ നമുക്ക് സന്തോഷമുണ്ട്. പുള്ളിയും അതിലൊരു ഭാഗമാക്കിയത് തന്നെ ആ ഒരു സംരംഭത്തിൻ്റെ പുണ്യമാണ്. കാര്യമെന്ന് പറഞ്ഞാൽ ആ മെഷീനറി സെറ്റ് ചെയ്യുന്ന ഒരാൾ എന്ന നിലയ്ക്ക് പുള്ളി ഒരിക്കലും നമുക്ക് മാറ്റി നിർത്താൻ കഴിയുന്ന ഒരാളല്ല. എനിക്കത് വളരെ ഒരു സന്തോഷം തോന്നിയൊരു കാര്യമാണ്. പുള്ളിയെയും കൂടെ കൊണ്ട് ഒരു തിരി തെളിയിച്ചപ്പോൾ അതിലുണ്ടായ സന്തോഷം അതെനിക്കും വളരെ ഒരു സന്തോഷമായി തോന്നി. പിന്നെ അത് കഴിഞ്ഞ് അവർ തിരി കത്തിക്കുകയാണ് പുള്ളി. അപ്പോൾ അതിനോട് മുന്നോടി എനിക്ക് പറയാനുള്ളത്, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ബിൽഡിങ് ഇതിന് മാനസികമായി നമ്മൾ തയ്യാറെടുത്ത ദിനം മുതൽ പിന്നെ ബാങ്ക് ലോണ്, അതിൻ്റെ പിന്നെ ബാങ്ക് ലോണല്ല, അതിന് മുന്നേ ബിൽഡിങ് എടുക്കാൻ നോക്കി. ഒരു ബിൽഡിങ് നമുക്ക് കൺഫേം ചെയ്യണം. ആ ബിൽഡിങ് കണ്ട ശേഷം ആ ഓണറുമായി അതിൻ്റെ വാടകയും അതിൻ്റെ മറ്റ് എല്ലാ രീതികളും നമ്മൾ അത് കറക്റ്റ് ചെയ്ത് കൊണ്ടുവരണം. വാടക നിശ്ചയിക്കണം, പിന്നെ വാടക ചീട്ട് എഴുതണം, പിന്നെ അതുപോലെ തന്നെ പിന്നെ വാടക ചീട്ട് എഴുതിയാൽ മാത്രമേ ലോണിന് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ലോണിന് അപ്ലൈ ചെയ്യണം, പിന്നെ അതിൻ്റെ ലൈസൻസ് എടുക്കണം. പുള്ളി GST എടുത്തു എന്ന് പറയുന്നു. അതുപോലെ തന്നെ പിന്നെ അങ്ങോട്ടുള്ള എന്ന് വെച്ചാൽ പിന്നെ ഇതിൻ്റെ പെയിൻറ്റിങ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇലക്ട്രിക്കൽ വർക്ക്, ഇതിൻ്റെ മറ്റുള്ള ക്യാബിൻ സെറ്റിങ്സ്, അതുപോലെ തന്നെ ബാത്റൂം, ടോയ്ലറ്റ്, ഇതെല്ലാം സെറ്റ് ചെയ്ത് ഓരോ ദിവസം കഴിയും തോറും ഇത്രയും വലിയൊരു സംരംഭം ഈ പ്രോഡക്റ്റ്
സാധനം, ഈ എക്യുപ്മെൻറ്റ്സ് ഇത് ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ എടുത്ത എഫർട്ട് അത് നമുക്ക് വളരെ വളരെ വിലപ്പെട്ടതാണ്. കഴിയുമെന്ന് വെച്ചാൽ ആ വിലപ്പെട്ടതിൻ്റെ ആ ഒരു എന്താ പറയുക, ആ വിലയുടെ തീനാളമാണ് ഈ കത്തി നിൽക്കുന്നത്. അതുകൊണ്ട് ഈ വിളക്കിൽ നിന്ന് വരുന്ന വെളിച്ചം അവരുടെ എന്തെങ്കിലും രീതിയിലുള്ള ജീവിതത്തിൽ ഇരുണ്ടടഞ്ഞ വഴികൾ ഉണ്ടെങ്കിൽ അതിന് ഈ വിളക്കിൽ നിന്ന് വരുന്ന പ്രകാശം അതിനൊരു കാരണമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. കാരണം അത്രമാത്രം കഷ്ടപ്പാടാണ്. ഇതിൻ്റെ അടുത്ത തുടർ വീഡിയോ, ഇതിൻ്റെ ഇനാഗുറേഷൻ 1-ാം തീയതിയാണ്. നമുക്ക് വീണ്ടും കാണാം.